എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ രണ്ട് കളറുള്ള ബോൺവില്ല എടുത്തിട്ടുണ്ട്. വീടുകളിൽ എങ്ങനെ ബോൺവില്ല നഴ്സറി സെറ്റ് ചെയ്യുക, അല്ല എല്ലാ സ്ഥലത്തും നഴ്സറി ഉണ്ട് അല്ലേ? എല്ലാ ചെടികളും കുറേശ്ശെ നമ്മൾ ആകുന്നത്, അതായത് ഒരു ഹോം നഴ്സറി സെറ്റ് ചെയ്യാൻ നമുക്ക് ടൗണുകളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ടൗണിൻ്റെ സൈഡിലൊന്നും വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ചെറിയ റോഡാണെങ്കിൽ തന്നെ നമ്മുടെ പറമ്പ്, മിറ്റം, അവിടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ പൈസ കൊടുക്കണ്ട, വാടക കൊടുക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇത് പണികളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. അത് പുതിയൊരു പണിക്കാരിനെ വെക്കണ്ട, അപ്പോൾ പണിക്കാരിയുടെ തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. അപ്പോൾ ഒരു ഹോം നഴ്സറി സെറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബോൺവില്ല മാത്രം എടുത്താലും മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ 7 ചട്ടിയാണ്, നല്ല സാധാരണ ഇതിനെ കുറച്ച് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ 10-10-ൻ്റെ കവറ്, അതുപോലെ തന്നെ ചെറിയ 5-4-ൻ്റെ കവറ്. ഇത് അതിന് ചെറുതാണ് നമ്മുടെ മൈക്രോ കവർ. നമുക്ക് ഇതിലാണ് ആദ്യം കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൈക്രോ കവർ മെയിനായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇതിൻ്റെ നമുക്ക് വരുന്നത്. ചൈനീസ് ഇതുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ തന്നെ വലിയ നേഴ്സറികളുണ്ട്. അവരെ ലക്ഷക്കണക്കിന് ചട്ടുകളിലാക്കി ചെറിയ കവറുകളിലാക്കിയിട്ട് നമുക്ക് തരും. നമ്മളത് കുറച്ചുകൂടെ വലിയ കവറുകളിലേക്ക് മാറ്റും. അപ്പോൾ നമുക്കിത് കുറച്ച് കവർ ചേഞ്ച് ആക്കാനുണ്ട്, ചട്ടുകളിലേക്ക് ഇത് മാറ്റാനുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ ബോൺവില്ലയുടെ ഒരു കഥ പറയും. മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ളത് നമ്മുടെ ഇത് വളം, കമ്പോസ്റ്റ് വളം. നമ്മൾ മണ്ണിന്റെ പകരം നമ്മൾ ഉമ്മിയിട്ടിട്ടുണ്ട്. അപ്പൊ നല്ല വേരോട്ടം കിട്ടും. കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. ശരിക്കും മിക്സ് ആക്കിയിട്ട് ഒരു പാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഈ മൈക്രോ കവർ അതാണ് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മളൊരു 3 മാസം 4 മാസം മുമ്പ് എടുത്തു വെക്കണം. നമുക്ക് അത് പെട്ടെന്ന് കവർ ചെയ്യുന്ന സീസൺ ആകുമ്പോൾ നമുക്ക് വളച്ചു വരും, ഫ്ലവർ ആയി വരും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ചട്ടികളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ലക്ഷക്കണക്കിന് കവറുകളിലാണ് നമുക്ക് ലോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണ് എടുക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് വരുന്നത് കണ്ടെയ്നർ ലോറികളിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ഇത് 5-4-ൻ്റെ കവർ നമുക്ക് 6 ചട്ടിയിലേക്ക് ചേഞ്ച് ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഇത് കവർ ചേട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്യുക. അത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് അധികം നല്ല വേരുണ്ട്, നല്ല വേരുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണം. വേര് അധികം പൊട്ടാൻ പാടില്ല. കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് ലെവലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വളരുന്നത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലിയ വേരോട്ടം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ചിലർ ചോദിക്കുന്നത് ആദ്യം തന്നെ അന്ന് വലിയ ചട്ടിയിൽ വെച്ചാൽ പോലെ പറ്റില്ല. നമുക്കത് കൂടുതൽ വലിയ ചട്ടികളിലേക്ക് വെക്കുമ്പോഴാണ് പിന്നെ വളർച്ച വരുന്നത്. നേഴ്സറി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രകൾ നടത്തി. നേഴ്സറികൾ എവിടെയാണ് ഏറ്റവും നല്ല ചെടികൾ നമുക്ക് നല്ല ആരോഗ്യപ്രദമായിരിക്കണം, ചെറിയ റേറ്റിലും കിട്ടണം, നല്ല ഇവിടെ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പറ്റിയല്ല. ഉണ്ട്. അപ്പോൾ ഈ ബോൺവില്ലയുടെ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ തിരുവനന്തപുരം, വയനാടുണ്ട്. അപ്പോൾ അത് ഓരോന്നിനും ഓരോ സ്ഥലത്താണ് ഏരിയയാണ്. ചില ഭാഗത്ത് ലെയറിന്, അതായത് ഗ്രാഫ്റ്റ് ചെയ്തതിന് റേറ്റ് കുറവുണ്ട്. ചില സമയത്ത് ചില സ്ഥലത്ത് നമ്മുടെ ഈ ചെറിയ തൈകൾക്ക് വില കുറവുണ്ട്. അപ്പോൾ ഇത് വില കുറവുണ്ട്. അപ്പോൾ ഓരോന്ന് നോക്കി നമ്മൾ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ എടുക്കൂല. നടക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബോൺവില്ല മാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു 3, 4, 5 സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് എല്ലാം മോഡലും കിട്ടും. പക്ഷെ മറ്റ് ചെടികളൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അതെ, ഇപ്പൊ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി യാത്രകൾ ഒരുപാട് നടത്താറുണ്ട്. ബോൺവില്ലയുടെ ഏതാ സെറ്റായി ഇല്ല, ഈ 3 മാസത്തേക്ക് 4 മാസത്തേക്ക് നമുക്ക് കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം നമ്മൾ നഴ്സറി തുടങ്ങാനായിട്ട് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെയിലാകുന്ന ചെടിയാണ് ഇപ്പോൾ എല്ലാ നഴ്സറികളുടെ ഫ്രണ്ടിലും നമ്മൾ ബോൺവില്ല ആയിരിക്കും. അതാണ് ഏറ്റവും മുമ്പിലുള്ളത്. കാരണം അട്രാക്ഷൻ ആണ്. നമ്മളൊരു പുതിയ നഴ്സറി തുടങ്ങുമ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ നമ്മൾ ഇത് ബോൺവില്ലയുടെ ചെടികൾ വെക്കുകയാണെങ്കിൽ നോട്ടം വരും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിന്റെ പരിപാലനം വളരെ ഈസിയാണ് മറ്റു ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പരിപാലനം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അധികം വെള്ളവും വേണ്ട. നമ്മളിപ്പോൾ ചെയ്യുന്നത് 6 ഇഞ്ച് 7 ഇഞ്ച് ചട്ടികൾ, അതായത് ചെറിയ ചട്ടികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി അത് സെയിൽ ആകുന്നില്ലെങ്കിലോ നമുക്ക് വിഷമിക്കണ്ട, അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് കൊടുക്കാം. സെയിലാകാത്ത നമ്മൾ മഴക്കാലം ആകുമ്പോഴത്തേനും ഹാർഡ് പ്രൂണിങ് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ ഒരു ചെടിയിൽ നമ്മൾ ചെറിയൊരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് 15-20 തണ്ടുകൾ കിട്ടും. അതിൽ നമുക്കൊരു 20 എണ്ണം വെച്ചാൽ നമുക്കൊരു 15-12 ആ രീതിയിലൊക്കെ മുളച്ച് കിട്ടും. അപ്പോൾ അത്ര തൈകൾ നമുക്ക് എക്സ്ട്രാ കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടി വലിയ ചട്ടികളിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടെ നല്ല റേറ്റിന് സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് പുറത്തുനിന്ന് അധികം ചെടികൾ വാങ്ങാതെ നമുക്ക് സ്റ്റോക്ക് ആവും. ആ രീതിയിലാണ് നമ്മൾ കുറേ വലിയ നഴ്സറികളാക്കുന്നത്. ഒരു സ്വയം തൊഴിലെന്ന രീതിയിലോ വീട്ടിൽ ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ടോ ഒരു നഴ്സറി ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ബോൺവില്ല മാത്രം എടുത്താൽ മതി, ചെറിയ പൈസ കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.
ചെടികളെക്കുറിച്ച് അറിയാവുന്നവർ നിങ്ങളുടെ അറിവുകളും നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതെ. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് വളരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് നഴ്സറി ചെറിയ വരുമാനത്തിലായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വീട്ടിലും വരുമാനം ഉണ്ടാവട്ടെ, വീട് നല്ല മനോഹരമാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. ഓക്കെ.